ഹായ് കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു. നമ്മൾ ഇന്ന് കുതിരമാളിയുടെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. നമുക്കൊന്ന് പോയി കണ്ടാലോ? മൈക്ക് ചതിച്ചെന്നേ, അതിൻ്റെ ചാർജ് കയറുന്നു. എല്ലാവർക്കും പോഷ് ആൻഡ് പോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന ആനക്കൊമ്പ് ഇത് തിരുവിതാംകൂറിലെ വളരെ പ്രധാനപ്പെട്ട ആനകൾ ചരിയുന്ന സമയത്ത് അതിൻ്റെ കൊമ്പ് കട്ട് ചെയ്ത് രാജാക്കന്മാർക്ക് കൊടുക്കുന്ന സമ്മാനമാണിത് ഈ കാണുന്നത്. ഈ കാണുന്ന മൊത്തം 70 വർഷം പഴക്കമുള്ള കഥകളി വിഗ്രഹങ്ങളാണ്. ഇത് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒറ്റ പീസ് അല്ല, ജോയിന്റ് പീസാണ്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന കളർ പച്ചിലയുടെ ചാറ്, പഴച്ചാറ്, ഇഷ്ടികപ്പൊടി, ചുണ്ണാമ്പ്, അന്ന് പ്രകൃതിദത്തമായ നാച്ചുറൽ ഹെർബൽ ഡൈ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ഇതുവരെയും റീപെയിന്റ് ചെയ്തിട്ടില്ല. നാച്ചുറൽ കളറാണ് ഈ കാണുന്നതെല്ലാം. ഇത് മൊത്തം, ഈ പെയിന്റിങ് മൊത്തം 70 വർഷം പഴക്കമുള്ളതാണ്. കൂട്ടുകാരെ, ഇതാണ് ആനയും അമ്പാരിയും. ക്ഷേത്രത്തിന്റെ ആറാട്ട് സമയങ്ങളിൽ ചെറിയ കുട്ടികൾ കയറിയിരിക്കുന്നതാണ്. ഇത് ആനയുടെ പുറത്ത് വെച്ച് കെട്ടി ഇതിനകത്ത് 2 ചെറിയ കുട്ടികൾ കയറിയിരിക്കുന്നതാണ് ആനയും അമ്പാരിയും. ഇത് 200 വർഷം പഴക്കമുള്ളതാണ്. മഹാരാജാവിന്റെ കാലത്ത് മെഴുകുതിരി കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് ബെൽജിയത്തിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇതിൽ മെഴുകുതിരിക്ക് പകരം LED ലൈറ്റ് ഉപയോഗിക്കുന്നു. ഈ കാണുന്ന കണ്ണാടി എല്ലാം ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് വെനീഷ്യൻ ഗ്ലാസ് ആണ്. ഇത് ഒറിജിനൽ ക്രിസ്റ്റലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പുറകിൽ വെള്ളിയാണ്, സിൽവർ കോട്ടിംഗ് ആണ്, മെർക്കുറി അല്ല. നമ്മൾ എവിടെ നിന്ന് വന്നാലും എങ്ങനെ നോക്കിയാലും നമ്മളെ സുന്ദരനായിട്ടാണ് കാണുന്നത്. ഇതിന്റെ പ്രത്യേകത. ഈ കാണുന്ന പെയിന്റിംഗ് 1851 ഉള്ളതാണ്. ആനക്കൊമ്പിന്റെ 2 സിംഹാസനം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മഹാരാജാവ് ബ്രിട്ടനിലെ ക്വീൻ വിക്ടോറിയ മഹാറാണിക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. അതിന്റെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രസിഡന്റ് ഇവിടെ വരുന്നതാണ്. ജനറൽ W. വില്യം കല്ലൻ അദ്ദേഹത്തിന് തിരുവിതാംകൂറിന്റെ മഹാരാജാവ് ഉത്രം തിരുനാൾ സ്വീകരിക്കുന്നതാണ്. ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു യൂറോപ്യൻ ആർട്ടിസ്റ്റ് നേരിട്ട് വരികയും അദ്ദേഹത്തിന്റെ പേര് ലൂയിസ് ഫെഡറിക് ഇവിടെ വന്ന് മഹാരാജാവ് 108 അതിഥികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ 108 പേരും ഈ പിക്ചറിലുണ്ട്. അതല്ലേ ഒരു കലാകാരന്റെ ഒരു പ്രത്യേകത. കുതിരമാളികയുടെ ഫ്രണ്ട് വ്യൂ എന്നാണ് ഈ പ്രോഗ്രാം നടന്നിരിക്കുന്നത്. ആർട്ടിസ്റ്റ് ഫ്രണ്ട് വ്യൂ എന്നാണ് ഇതെല്ലാം വരച്ചിരിക്കുന്നത്. ഈ കാണുന്ന മൊത്തം രാജാവിന് പല രാജ്യങ്ങളിൽ നിന്നും കിട്ടിയ ഗിഫ്റ്റുകളാണ്. തിരുവിതാംകൂർ രാജകുടുംബങ്ങൾ ഇത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് നമുക്കിന്ന് ഇത് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. കൂട്ടുകാരെ, ഇത് മൊത്തം 70 വർഷം പഴക്കമുള്ളതാണ്. ഇത് നിർമ്മിച്ചതും 70 വർഷം മുമ്പാണ്. എന്ത് മനോഹരമായി പാത്രമെല്ലാം കാണാൻ. ഈ കാണുന്ന എല്ലാം ഓയിൽ പെയിന്റ് ആണ്. പഴച്ചാറും പച്ചിലയും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് 70 വർഷം മുമ്പേ. കൂട്ടുകാരെ, ഇതാണ് പല്ലക്ക്. റോയൽ പ്രിൻസസിന് കൊട്ടാരത്തിന് പുറത്ത് നടന്നു പോകാൻ പാടില്ല. അന്ന് 2-3 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ പല്ലക്കിലാണ് പുറത്തു പോകുന്നത്. ഈ പല്ലക്ക് 4 പേരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 4 പേര് തോളിലേറ്റിയാണ് രാജാവിനെ പുറത്തു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ പല്ലക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവും ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിന്റെ മരണകാലത്ത് അദ്ദേഹം കവടിയാർ പാലസിൽ നിന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് ഈ പല്ലക്ക് ഉപയോഗിച്ചാണ്. ഈ പല്ലക്കിന് 90 വർഷം പഴക്കമുണ്ട്. ഈ പാലസ് പണിഞ്ഞിരിക്കുന്നത് തഞ്ചാവൂർ ശില്പികളാണ്. ഒരു ദിവസം 1000-ൽ പരം തൊഴിലാളികളാണ് ജോലി ചെയ്തിരുന്നത്. 4 വർഷം കൊണ്ടാണ് പാലസിന്റെ 80 റൂം പൂർത്തീകരിച്ചത്. മഹാരാജാവ് ഇവിടെ താമസിച്ചത് 1 വർഷം മാത്രമാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണത്തോടുകൂടി ഈ പാലസ് 180 വർഷം അടഞ്ഞാണ് കിടന്നത്.
ഈ പാലസ് റീഓപ്പൺ ചെയ്തത് 95 ഏപ്രിൽ 8-നാണ്. ഇതിന് മൊത്തം 180 വർഷം പഴക്കമുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബം ഇത് പബ്ലിക്കിന് വേണ്ടിയാണ് തുറന്നു കൊടുത്തത്. ഈ കൊട്ടാരം ഉപയോഗിച്ചത് സാധ്യതിരുന്നാൽ മഹാരാജാവ് മാത്രമാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു രാജാക്കന്മാരും ഈ കൊട്ടാരം ഉപയോഗിച്ചിട്ടില്ല. ഇത് കുഴിമാളികയാണ്. ഇത് താഴ്ന്ന സ്ഥലത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. കൂട്ടുകാരെ, ഈ കാണുന്ന ശില്പങ്ങൾ 1000 വർഷം പഴക്കമുള്ളതാണ്. ചോള ടോംസ് ആണ്. നവനീത കൃഷ്ണ, സത്യഭാമ, ലക്ഷ്മി ദേവി, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന ഈ വിഗ്രഹം 18 ഫീറ്റാണ്. ഇത് 3 ഡോർ വഴിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അത് 3 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതിന്റെ ബാക്കിൽ നമുക്ക് മഹാവിഷ്ണു ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഉത്തരം തിരുനാൾ മഹാരാജാവാണ്. ഇദ്ദേഹമാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ആയുർവേദ ഡോക്ടർ. ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കുട്ടികളുടെ തൊട്ടിലാണ്. ഇതിന് 1000 വർഷം പഴക്കമുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പല്ലക്കാണ് മഹാരാജാക്കന്മാരെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ പല്ലക്ക്. ഇത് മൊത്തം നിർമ്മിച്ചത് ആനക്കൊമ്പിലാണ്. സ്ലൈസ് ചെയ്തിട്ട് ഓയിൽ പെയിന്റ് ചെയ്തതാണ്. ഈ കാണുന്ന വാള് ഇപ്പോഴത്തെ പ്രസന്റ് മഹാരാജാവിന് കോലാപ്പൂർ രാജാവ് കൊടുത്ത സമ്മാനമാണ്. ഈ കാണുന്ന സിംഹാസനം സാധ്യതിരുന്നാൽ മഹാരാജാവ് ഉപയോഗിച്ചിരുന്നതാണ്. 25 ആനയുടെ കൊമ്പ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊരു അത്ഭുതം അല്ലേ. ഈ കാണുന്ന സിംഹാസനം തിരുവിതാംകൂർ മഹാരാജാവിന് ചെക്കോസ്ലോവാക്യൻ ഗവൺമെന്റ് തിരുവിതാംകൂർ മഹാരാജാവിന് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണ്. ശംഖുമുദ്രയോടുകൂടി സ്റ്റേറ്റ് എംബ്ലം, ട്രേഡ് മാർക്ക് നമുക്ക് ഈ സിംഹാസനത്തിൽ കാണാൻ പറ്റുന്നതാണ്. ക്രിസ്റ്റൽ കൊണ്ട് നിർമ്മിച്ചതാണ് ഇത്. ഇതിന് സ്ഫടിക സിംഹാസനം എന്നാണ് പറയുന്നത്. ഇത് പബ്ലിക് കാണുന്നതിന് വേണ്ടി ഇതിന്റെ 4 സൈഡും കണ്ട LED ബൾബ് കൊടുത്തിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്തതാണ്. അപ്പം പബ്ലിക്കിന് കാണാനായിട്ട് വേണ്ടിയാണ് LED ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഞാനും സുന്ദരനായ നിമിഷം. എന്ത് മനോഹരമായ. ആയിക്കോട്ടെ കൂട്ടുകാരെ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. വേണ്ട, നീ അത് വേണ്ട. ഇത് 110 തിരി കത്തിക്കാവുന്ന വിളക്കാണ്. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.